ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി എനിക്ക് വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പക്ഷേ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മുന്നോട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പം ഇന്നൊരു അപ്ഡേഷൻ വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നതിന് അതിന് റിപ്ലൈ തരാമെന്നും കൂടി ഞാൻ വിചാരിച്ചേ. കാരണം ഒത്തിരി പേർക്ക് എല്ലാവരും തന്നെ ഞാൻ പറയാം, ഒരു 100-75% ആൾക്കാരും പറയുന്നത് നഷ്ടക്കച്ചവടമാണ്, നഷ്ടമാണ് കോഴി വളർത്തൽ, BV3 കോഴി വളർത്തലൊരു നഷ്ടമാണ്, തീറ്റ കൊടുത്ത് മുടിയത്തേ ഉള്ളൂ. അങ്ങനെ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏത് യൂട്യൂബിൽ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും കാണുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ അനുഭവം പറയുന്നതിന് ഇപ്പം മറ്റുള്ളവരുടെ സമ്മതമോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ എക്സ്പീരിയൻസ് എന്താണോ അതെനിക്ക് ക്ലിയറായിട്ട് എനിക്ക് ഇവിടെ പറയണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലൂടെ നിങ്ങളോടത് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിപ്പോൾ ഞങ്ങൾ കോഴി വളർത്ത് തുടങ്ങിയിട്ട് ഒരു 8 മാസം 8-9 മാസം ആകുന്നു. പക്ഷേ നമുക്ക് 4.5 മാസം തുടങ്ങിയപ്പോൾ തൊട്ട് കോഴികളെല്ലാം മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് 25 കോഴികളുണ്ടെങ്കിൽ മിക്ക ദിവസം 24 മുട്ട അല്ലെങ്കിൽ 23 മുട്ട അത് എന്തായാലും കിട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും അമ്മച്ചി പറഞ്ഞു, ഒരു മുട്ട പോലും കുറയാതെ 22, 23, 24 രീതിയിൽ എനിക്ക് 25 മുട്ട വരെ കിട്ടിയ ദിവസങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളുടെ തീറ്റ രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളോടതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുങ്ങളുടെ തീറ്റ എല്ലാ വീഡിയോസിലും ഞാൻ ഊന്നി പറയുന്നതാണ്. നമ്മൾ തീറ്റ കൊടുക്കേണ്ട രീതി എന്ന് വെച്ചാൽ അത് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം തീറ്റ കൊടുക്കുന്ന രീതി അറിഞ്ഞില്ലെങ്കിൽ അത് തീറ്റ അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ മുട്ട ഉൽപ്പാദനവും നടക്കത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലെയർ മാഷ് അത് നമുക്കറിയാം. മുട്ടത്തീറ്റ ലെയർ മാഷ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. അത് 2 നേരം നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞ അളവും കാര്യങ്ങളെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും റിപ്പീറ്റ് അടിച്ച് പറയുകയെന്ന് വിചാരിക്കരുത്. 100 മുതൽ 110 ഗ്രാം വരെ. പിന്നെ നമുക്ക് എന്താണോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഇല കാര്യങ്ങൾ, പുല്ല്, അങ്ങനത്തെ എല്ലാം നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് അമ്മച്ചി എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ റേഷനരിയൊക്കെ ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ട് ഈ ലെയർ മാഷിനൂടെ കൊടുക്കുന്നുണ്ട്. ഒരുപാടല്ല, എന്നാലും അതിൻ്റെ തീറ്റ ചിലവ് കുറയ്ക്കാൻ വേണ്ടി തന്നെ. അതൊന്നും ഈ കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തിനെ ബാധിച്ചിട്ടൊന്നുമില്ല. അതുങ്ങൾ കറക്റ്റ്. അപ്പം ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിടാതെ വരുമോ എന്ന്. പക്ഷേ അത് അറിയാൻ വേണ്ടി തന്നെ ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. ഇതുവരെ അതിൻ്റെ മുട്ട ഉൽപ്പാദനത്തിനെ അത് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തീറ്റക്കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അളന്ന് തന്നെ കൊടുക്കുക. കാരണം തീറ്റ കൂടുതൽ കൊടുക്കാതിരിക്കുക. എത്ര കൊടുത്താലും തിന്നുന്ന കോഴികളാണ്, കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് അതിലൊന്ന് കെയർഫുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മുട്ട ഉൽപ്പാദനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എടുത്ത് പറയാം, അതായത് ഈ കോഴികളെ ഒന്ന് അഴിച്ചു വിടാനൊക്കെയുള്ള സൗകര്യം. ഇപ്പം നമ്മുടെ കൂട് ഇത്ര വലുതാണ്, കുറച്ച് കോഴികളെ അതിനകത്തുള്ളൂ. അപ്പോൾ അതുങ്ങൾക്ക് അത്യാവശ്യത്തിന് എന്താ പറയുക, നടക്കാനുള്ള സ്ഥലമുണ്ട് അതിനകത്ത്, അല്ലേ? അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ 2 പേരും പുറത്താണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വർഷത്തോടുകൂടി നിർത്തി വരാനാണ് ഞാൻ. അപ്പം ഇതിപ്പോൾ കോഴികളെ കണ്ടിട്ടൊന്നുമല്ല, നമ്മളിവിടെ നിന്ന് ആയിട്ട് തന്നെ നമ്മൾ വരുന്നത്. അപ്പം ഞങ്ങളപ്പോൾ അതിൻ്റെ കൂടിൻ്റെ പുറത്ത് അപ്പുറത്തോട്ട് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു വലയൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ട് പകലെപ്പോഴെങ്കിലും ഒരു 3-4 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ അതുങ്ങളെ അങ്ങോട്ടും കൂടി ഒന്ന് തുറന്ന് വിടുവാണെങ്കിൽ എന്താ പറയുന്നത്, അതുങ്ങൾക്കൊരു കുത്തിപ്പറക്കി തിന്നാനൊക്കെ ആയിട്ടൊരു ഇതുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു സൗകര്യം കൂടെ ഒരുക്കണം. കുറേ കോഴികളെ വാങ്ങണം. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ, ഇനി മുന്നോട്ടുള്ള പ്ലാന്. അപ്പം പിന്നെ എന്തായാലും നാട്ടിൽ ചെന്നാലും വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സൈഡ് ബിസിനസ്സായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പണിയോ കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പം ഇതനുസരിച്ച് പോവുകയാണെങ്കിൽ എന്നെപ്പോലെ ആർക്കാണെങ്കിലും ചെയ്യാവുന്ന രീതിയേ ഉള്ളൂ. എന്നാൽ നമുക്കതിൽ നിന്ന് ലാഭമുണ്ട് താനും. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കൊത്തുകൂടുന്ന ഒരിതുണ്ടാവുമായിരിക്കും അല്ലേ? പല കോഴികൾക്കുള്ളൊരു പ്രശ്നമാണ്. ഇതുങ്ങൾ ഇതുവരെ ഇങ്ങനെ കൊത്തുകൂടാനൊന്നും അങ്ങനെ കൊത്തുകൂടിയിട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതുങ്ങൾക്ക് ഒരു അസുഖം വന്നതെന്ന് വെച്ചാൽ കുരുപ്പ് വരത്തില്ലേ, അത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തൊരു ബൊറാക്സിനോ അങ്ങനെ എന്തൊരു മരുന്ന് അത് മേടിച്ച് കൊടുത്തു കഴിഞ്ഞ് പുരട്ടി കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറിയേ. പിന്നെ കൊത്തുകൂടുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങളുടെ ചുണ്ടൊന്ന് ഒരു നെയിൽ കട്ടർ വെച്ചിട്ടേ ചുണ്ടൊന്ന് പതുക്കി ഷാർപ്പായിട്ട് ചുണ്ടാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ പ്രശ്നം അത് അവിടെ കൂടി തീർന്നു. അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പ്രത്യേകം വേറൊരു കാര്യം പറയാം. ഇതിപ്പം കോഴി വളരുന്ന ഒരു ഹൈജീനിക്കായിട്ടൊരു സ്ഥലത്തൊക്കെയാണെങ്കിൽ പരമാവധി അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇതുങ്ങളെ പിന്നെ ഞങ്ങൾ മേടിച്ചപ്പോൾ തന്നെ എന്നാ പറയുന്നത്, ഫുള്ളി വാക്സിനേറ്റഡ് ആയതുകൊണ്ട് വേറെ അസുഖങ്ങളും കാര്യങ്ങളും ദൈവാനുഗ്രഹത്താൽ ഇതുവരെ വന്നിട്ടില്ല.
പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ തീർത്ത് പറയാം, കൂടിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന പോലെ ഫുള്ളി കവേർഡ്, ഞങ്ങൾ വലിയ കൂടുണ്ടാക്കിയിട്ട് ചുറ്റും നെറ്റ് അടിച്ചേക്കുവാണ്. അപ്പോൾ ആ നെറ്റ് അടിച്ചേക്കുന്നത് ഇതുങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ്. കാരണം എന്താ പറയുക, ഈ ഞങ്ങളിപ്പോൾ കുറേ ഉള്ളിലേക്ക് ആയതുകൊണ്ട്, ഉള്ളിലേക്കെന്നല്ല എവിടെയാണേലും എനിക്ക് തോന്നുന്നു ഈ കീരി, പാമ്പ് അങ്ങനെയുള്ള ഇതുങ്ങളുടെ കോഴിത്തീറ്റത്തിൻ്റെ മണമൊക്കെ, കാഷ്ടത്തിൻ്റെ മണമൊക്കെ വരുമ്പോൾ ഇങ്ങനെ പാമ്പും കീരി അങ്ങനെ എല്ലാ സാധനങ്ങളും വരും. അപ്പം അത് ഉള്ളിലൊരു ഇഴജന്തുക്കളോ ഒരു സാധനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഫുള്ള് ഞങ്ങൾ എന്താ പറയുന്നത്, നെറ്റ് വെച്ച് അടിച്ച് അത് മാക്സിമം സെക്യൂർ ആക്കിയിട്ടുണ്ട്. ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റേണ്ട 2 കാര്യങ്ങൾ, ഞാൻ മൗലികളെയാണ്. അതുങ്ങൾ ഭയങ്കര ശല്യമാണ്. അതുങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് കൂടുണ്ടാക്കിയിട്ട് എടുത്ത് മാറ്റണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തിരിച്ചലവൊക്കെ കുറയ്ക്കാനായിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അളവിനനുസരിച്ച് തീറ്റ കൊടുക്കുക. ബാക്കിയുള്ള ടൈമിൽ ഇങ്ങനത്തെ തീറ്റകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കൂടുതൽ തീറ്റ കൊടുക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.